ഏത് ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിലും ഇപ്പം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ താഴെ വരുന്നൊരു കമൻറ്റ് നീ അല്ലായിരുന്നോ ചാവാൻ കിടന്ന് എന്നുള്ളതാണ്. അതെ, ഞാൻ തന്നെയാണ് ചാവാൻ കിടന്നത്. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മാത്രമേ ചാവാൻ കിടക്കുള്ളൂ എന്നുള്ള നിങ്ങളുടെ ഓവർ കോൺഫിഡൻ്റ് ഉണ്ടല്ലോ, അത് വേണ്ട. കാരണം പറയാറില്ലേ, ഇന്ന് ഞാനെങ്കിൽ നാളെ നീ, അത്രമാത്രം കൂട്ടിയാൽ മതി. നീയല്ലേ ചാവാൻ കിടന്ന്, നീ ചത്തില്ലേ? ഞാൻ ചത്താല് ഇതേപോലെ ന്യൂസ് വരും, ചാവാൻ കിടന്നത് പോലെ തന്നെ ന്യൂസ് വരും ഞാൻ ചത്താലും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ചത്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന, നീയല്ലേ ചാവാൻ കിടന്ന്, നീ ചത്തില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, നിങ്ങൾക്കും ഇതേ ഒരു അവസ്ഥ വരാൻ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാട്ടോ. അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് അസുഖം വരുന്നതും അവർ ക്രിട്ടിക്കൽ ആവുന്നതും ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നതൊക്കെ നമ്മളാരും ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറയുന്ന ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. കാരണം എന്താ വെച്ചാൽ വല്ലാത്തൊരു ലോകം തന്നെയാണത്. വല്ലാത്തൊരു ലോകം തന്നെയാണെന്ന് വെച്ചാൽ വല്ലാത്തൊരു ലോകം തന്നെയാണത്. അവിടെ നമ്മൾ വിചാരിക്കും നമ്മുടേതാണ് ഏറ്റവും വലിയ അസുഖം, അല്ലെ നമ്മളാണ് ഏറ്റവും ക്ഷീണത്ത് കിടക്കുന്നതെന്ന് നമുക്കൊരു ചിന്താഗതി അവിടെ എത്തുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. നമ്മളല്ല, അതിനേക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അതിനേക്കാട്ടിലും വലിയ വേദനകൾ അനുഭവിക്കുന്ന, അതിനേക്കാട്ടിലും വലുത് അനുഭവിച്ച് കിടക്കുന്നവർ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഒരു മുള്ളു കൊണ്ടാൽ പോലും നമ്മുടെ ശരീരം മൊത്തമായിട്ട് വേദനിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടാവും. ആ മുള്ളു കൊണ്ടതും കൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ കത്തി കൊണ്ട് ആൾക്കാർ വേറെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം നിങ്ങൾ ഞാനല്ലേ ചാവാൻ കിടന്നത്, ഞാൻ ചത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക്, ആളോട് അത് ഫേക്ക് ഐ ഡി എന്നാണെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, അത് നിങ്ങളുടെ പടിവാതിലേക്ക് വരാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. അത് എൻ്റെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നേരെയും വരാൻ നിസ്സാര സമയം മതി. പിന്നെ ചിലർ പറയുന്നുണ്ട് പടച്ചോനെ മറന്ന് കളിച്ചിട്ടാണ്. പടച്ചോനെ മറന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേക്കും അങ്ങ് ഏയാനാകാശത്തെത്തി അവിടുന്ന് ഇങ്ങനെ മാലാഖയെ കിട്ടിയ പോലെ നിങ്ങളോടൊക്കെ ഹായ് ഗൈസ് എന്ന് പറയായിരുന്നു. അപ്പം ഞാൻ ചത്തില്ലല്ലോ, അപ്പം മനസ്സിലായില്ലേ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഇത്. അതേപോലെ ചിലർ ഇടുന്നു ശ്രീകൃഷ്ണൻ തന്ന ശിക്ഷയാണിതെന്ന്. ശ്രീകൃഷ്ണൻ തന്ന ശിക്ഷയാണെങ്കിലും പടച്ചോൻ തന്ന ശിക്ഷയാണെങ്കിലും ഇനി കർത്താവ് തന്ന ശിക്ഷയാണെങ്കിലും ചത്തിട്ടില്ലല്ലോ ഞാൻ. ഞാനിപ്പോഴും ദേ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇവരെ ആരും കൂടെ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ തിരിച്ചൊരു ലൈഫിലേക്ക് വന്നത്. അവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് തിരിച്ചൊരു ലൈഫിലേക്ക് വന്നത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക വേണ്ട, ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. നിങ്ങൾ വേണ്ട ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, വേണ്ട യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാം. ഒരു നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടാത്തൊരു മെഡിസിൻ, അല്ലെ നമ്മുടെ ശരീരം താങ്ങാത്തൊരു ഡോസ് മെഡിസിൻ നമ്മുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്ന സമയത്ത് നമ്മുടെ ശരീരം അത് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് എല്ലാവരുടെ ശരീരത്തിൽ എന്താ പറയുക, എല്ലാവർക്കും ഒരേപോലെ അല്ല അത് ബാധിക്കുക. പലർക്കും പല രീതിയിൽ ബാധിക്കും. ചിലരത് കോമയിലേക്ക് പോവും, ചിലത് ക്രിട്ടിക്കലായിട്ട് കിടക്കും, ചിലർക്ക് കാല് മുറിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഒരുത്തി, അവളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം എന്നെ മരുമകളാക്കാൻ ആഗ്രഹിച്ച ഒരുത്തി, അതാരാണെന്നുള്ള എന്നെ ഫോളോ ചെയ്യുന്ന റിയൽ ഫോളോവേഴ്സിനറിയാം. എന്നെ മരുമകളായി കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരുത്തിയുണ്ട്. അവൾ ആദ്യം സ്വന്തം കാലിൽ നിന്നിട്ട് നേരെ ചൊവ്വെ നടന്നിട്ട് എൻ്റെ കാല് കട്ട് ചെയ്യിക്കാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അമ്മായിയമ്മനോടാണേ പറയുന്നത്, നിങ്ങൾ ആദ്യമോ നിങ്ങളെ കാല് കൊണ്ട് നല്ല മര്യാദയ്ക്ക് നടക്കാൻ പഠിക്കുക, എന്നിട്ട് എൻ്റെ കാല് കട്ട് ചെയ്യിച്ചിട്ട് മോനെ കൊണ്ട് കെട്ടിക്കാൻ നോക്ക്. അങ്ങനത്തെ ചിലര് അവരുടെ മരുമകളായി വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ആൾക്കാർ എനിക്ക് എനിമികളായിട്ട് ഹോസ്പിറ്റലുകാരോട് പൈസയും മേടിച്ചിട്ട്
വീഡിയോ ചെയ്തിട്ടിട്ട് എന്ത് കാര്യം, ഇല്ലേ? ഒരു കാര്യമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ മരുന്ന് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റൂല. കാരണം ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് പല മരുന്നുകളും അലർജിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാനങ്ങനെ അലർജിക്കായ എനിക്ക് സ്ഥിരമായിട്ട് എന്ന് വെച്ചാൽ ചെറുതിലേ തൊട്ട് മെഡിസിൻ അലർജി ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ കുറച്ച് കാലം ഇങ്ങോട്ടായിട്ടേ ഉള്ളൂ, ഒരു 2 വർഷത്തിന് ഇങ്ങോട്ടായി പല മരുന്നുകളും എനിക്ക് അലർജി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ മരുന്നുകളൊക്കെ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ശരീരത്തെ ബാധിക്കുക, അല്ലെ അതെങ്ങനെയാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം നിങ്ങളൊക്കെ പറയും പോലെ ദൈവം തന്ന ശിക്ഷയാണെങ്കിൽ ഞാനൊന്നെങ്കിൽ കോമയിലേക്ക് പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാല് മുറിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമായിരുന്നു, അതും അല്ലെങ്കിൽ ഞാൻ ചത്തുപോവുകയായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിച്ചോ? എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് സകലമാന ടെസ്റ്റുകളും ചെയ്തു. കിഡ്നിയോ ലിവറിനോ അങ്ങനെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഒന്നും ബാധിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ പറയുന്നത് ഈ ദൈവം തന്ന ശിക്ഷ ആയിരുന്നുവെങ്കിൽ എന്തിനെങ്കിലും ബാധിച്ച് ഇതുകൊണ്ട് ഞാനിങ്ങനെ കിടന്നും മെനക്കെടൂലായിരുന്നോ? കൊണ്ട് കഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കാലം ഞാൻ നടക്കാൻ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം കുറച്ച് സമയം ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് നടക്കാൻ. അപ്പോൾ പതിയെ ഞാൻ നടന്ന് ഇപ്പോൾ ഒരു എന്താ പറയുക, പിച്ച് വെച്ച് നടക്കുന്നൊരു കുട്ടി തന്നെയാണ് ഞാൻ. അപ്പം നമ്മുടെ കൂടെ ദൈവാധീനം ഇല്ലായിരുന്നുവെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടു എന്ന് തന്നെ പറയും. അത്രക്കൊരവസ്ഥയിൽ നിന്ന് ഞാൻ തിരിച്ച് എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ പറയുമ്പോൾ അത് ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ കോമയിലേക്ക് പോവുമായിരുന്നു. അറ്റ്ലീസ്റ്റ് കാല് കീറിയ ആ ഒരു ഭാഗം കീറിയിട്ട് ആ മെഡിസിൻ്റെ അവിടെ മെഡിസിൻ വെച്ചെടുത്ത്, സ്കിന്നിനാണ് ഈ തള്ള കയറി വെച്ചത്, ഞരമ്പിനും അല്ല, സ്കിന്നിന് വെച്ചെടുത്ത് അവിടെ അത് കീറിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ദൈവാധീനം കുറഞ്ഞിട്ടല്ല, ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് എൻ്റെ മുറിവുകളും ഇതൊന്നും ശരീരത്തിൽ വരാതിരുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആയിരുന്നു വെക്കുന്നത്. അതിൻ്റെയൊക്കെ ഡോസ് അറിയാവുന്നവർക്കറിയാം. പക്ഷെ അത് മാറ്റി എനിക്ക് മെഡിസിൻ ആക്കി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിത് പറ്റിയ അന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. എനിക്കിത് പറ്റിയ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ പേര് പോലും പറയാതെ ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞത് എന്ന് വെച്ചാൽ, എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് 5 പൈസ വേണ്ട. കാരണം ഇത് പോണം മനുഷ്യന്മാരെ എന്താ പറയുക, കൊല്ലുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവരുണ്ടാക്കുന്ന പൈസ ഞാൻ പറ്റിയിട്ട് എനിക്കൊന്നും വരാൻ പോകുന്നില്ല. ഇതിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് 24 hours കൊണ്ട് മില്യനായ വീഡിയോ ആണ്. അത് ഈ പുറം ലോകത്തിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് നിൽക്കുക, വേണ്ട കാസർഗോഡ് നിന്ന് നിൽക്കുക, നിങ്ങളോടൊക്കെ ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും അറിയോ? എന്നിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്താ വെച്ചാൽ, എൻ്റെ നാട്ടിലുള്ള കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയുള്ള ആൾക്കാർ അറിയണം ഈ ഹോസ്പിറ്റലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തത്. കാരണം പോലീസുകാർക്ക് പോലും അവരുടെ പേരിൽ നടപടി എടുക്കാൻ ഭയക്കുന്ന ഒരു ഒരു ക്ലിനിക്കാണത്. അപ്പോൾ ആ ക്ലിനിക്കിനെ എങ്ങനെയാണ് അവിടുത്തെ പെരുമാറ്റം, എങ്ങനെയാണ് അവിടുത്തെ നഴ്സുമാർ ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളത് എൻ്റെ നാട്ടുകാരറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ പേര് സഹിതം പറഞ്ഞ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് അവരുടെ നക്കാപ്പിച്ച കിട്ടിയിട്ടൊന്നും എനിക്ക് ഒരുപാട് പൈസ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നയിച്ച പൈസ ഞാൻ ചിലവാക്കിയിട്ടാണ് എൻ്റെ കാല് ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുത്ത്. ഒരു 5 പൈസ ഞാൻ അവരോട് നഷ്ടപരിഹാരം ചോദിക്കാൻ പോയിട്ടില്ലല്ലോ. എനിക്ക് വേണ്ട. കാരണം അയാളൊന്നും അതുപോലെ ഒന്നും ആവില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് കേൾക്കാം സ്പെഷ്യാലിറ്റി അടിച്ചു പൊട്ടിന്ന്. ഞാനിടുക വീഡിയോ ഈ അടുത്ത് നിങ്ങൾക്ക് കാണാം. അപ്പം ആ ഒരു
ഒരു വീഡിയോ എന്തായാലും ഞാൻ തന്നെ ആദ്യം ചെയ്യും. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഇതറിയണം, ആ ഹോസ്പിറ്റലിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരോടുകൂടിയായിട്ട് പറയാണ്, ദൈവം കൂടെ ഇല്ലാഞ്ഞിട്ടല്ല, കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ, കാലിൻ്റെ കാര്യം റെഡിയായി വരും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഇതും കൊണ്ട് കഷ്ടപ്പെട്ടു പോയി. അത് ആർക്കായാലും ഇനി വേണ്ട ഒരു ജലദോഷം വന്നാലും എല്ലാവരും കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടല്ല കേട്ടോ എനിക്ക് വന്നത്. ഞാൻ ശരിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയാൻ, എൻ്റെ വണ്ടിയിൽ ഇപ്പം മറ്റേ മാസ്ക് ഉണ്ടല്ലോ, സ്ഥിരം അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത്രത്തോളം ഇനി ആ ഒരു തെളിവ് പോലെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം പ്ലാൻഡ് ആണെന്ന് ഇനി പറയുന്ന ആൾക്കാരുണ്ടാവും, അവരോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. വണ്ടിയിൽ മാസ്ക് സഹിതം ഫുൾ ടൈം ഇപ്പം ഞാൻ എവിടെ പോകുന്ന സമയത്താണെങ്കിലും ആ മാസ്ക് ഉണ്ട്. അവർ എന്തോ ഒരു മരുന്ന് അതിലൊട്ടിച്ച് ആവി പിടിക്കുക ചെയ്യുക എനിക്ക് ശ്വാസം മുട്ട് കൂടുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു മറ്റു മരുന്നിൻ്റെ വിഷയം കൊണ്ടാണ് എനിക്ക് ശ്വാസം മുട്ട് വരുന്നത്. എൻ്റെ കാറതാ ഓപ്പൺ ചെയ്തു. കണ്ടോ, ഈ ഒരു സാധനം കയ്യിൽ കരുതിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ചില ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്, ഗവൺമെൻറ് പോലത്തെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ അവർ മേടിപ്പിക്കും. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് എൻ്റെ വണ്ടിയിൽ ഇപ്പം നിർബന്ധമായിട്ടുള്ളൊരു സാധനം. ഇതിലൊരു മരുന്ന് ഒഴിക്കും. ആ മരുന്ന് ഒഴിച്ചിട്ട് ശ്വാസം പിടിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ നല്ല മെഡിക്കൽ കോളേജ് കാണിച്ച ഷീട്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എൻ്റെ ഈ ഒരു ഹോസ്പിറ്റലായി തുടങ്ങിയതിന് ശേഷം ഉള്ള ഷീട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം സംസാരിക്കുമ്പോഴേക്ക് എനിക്ക് ശ്വാസം മുട്ടുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ഈ ഒരു മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആട്ടോ. പറഞ്ഞല്ലോ, ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് കുറച്ച് അബദ്ധത്തിൻ്റെ കാര്യം, നീരൊക്കെ പകുതി കാലും വലിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. കാല് വേറെ ആരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കാല് കാണിച്ചിടത്ത്. ഈ ഐഫോണിന് ബാക്ക് ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ഇല്ല എന്നുള്ളത് അറിയാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ക്ലാരിറ്റി എവിടെയാ. അപ്പം അങ്ങനെയാണ് നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മൾ കാലൊക്കെ തരിത്ത് പോയാലുണ്ടാവില്ല, നമുക്ക് നടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. ആ ഒരു ബുദ്ധിമുട്ടിൽ ഒന്ന് കുറച്ച് നേരം നടന്ന് ഒരു 2-3 അടി വെച്ചാൽ ഓക്കെ, നമുക്ക് എന്താ പറയുക, മര്യാദയ്ക്ക് നടക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ കാലൊക്കെ എവിടെയെങ്കിലും വെച്ചുത്തിപ്പോയി നമ്മൾ 8-10 നടക്കില്ല, അതുപോലെ നടക്കാൻ പറ്റും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ സാഹചര്യം. ബാക്കിൽ സഹിതം ആ ഒരു മാസ്ക് കയ്യിൽ പിടിച്ച് എപ്പോഴാണ് ശ്വാസം മുട്ടൽ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ആഫ്റ്ററാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പൊതുവേ ഈ പറഞ്ഞ മെഡിസിൻസ് അലർജി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് ആഫ്റ്ററാണെന്ന് പറഞ്ഞു. എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനിയിപ്പം മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ദൈവം തന്ന ശിക്ഷയാണ്. ഇതുവരെ മരിച്ചു പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് മരിച്ചു പോകുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, ദൈവം തന്ന ശിക്ഷയാണെന്ന്. അപ്പോൾ ഓക്കെ, ഒരുപാട് സമയമായി.